ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാണ്. അതുമാത്രമല്ല, സിദ്ധാർത്ഥാണ് തൻ്റെ കുട്ടിയുടെ അച്ഛനെന്ന് പറയുന്നത് പോരാതെ ചന്ദ്രികയാണ് സിദ്ധാർത്ഥ വിവാഹം കഴിക്കുക എന്ന് അവൻ വാശിയോടെ പറഞ്ഞിരിക്കുകയാണെന്ന് കൂടി കരഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ്. പക്ഷേ ഇത്രയും കേട്ടതിൽ നിന്നും പോലീസുകാർ തിരിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, സിദ്ധു അവിടെ പാർട്ടി ഹാളിൽ വന്നതും അവിടെ നിന്ന് ബോധമില്ലാത്ത എന്നെ തൂക്കിയെടുത്ത് കാറിൽ കയറ്റുന്നതും അങ്ങനെയുള്ള കാര്യത്തിൻ്റെയൊക്കെ CCTV ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. മേഘ അവളുടെ കയ്യിലുണ്ടായിരുന്ന CCTV ഫുട്ടേജ് പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുവാണ്. മേഘ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ മേഘ പറഞ്ഞത് പ്രകാരം സിദ്ധുവാണ് അവളോട് മോശമായി പെരുമാറിയത് എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവ് അവളുടെ കയ്യിലില്ല. എന്നിട്ടും മേഘ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്നോട് മോശമായി പെരുമാറിയ സിദ്ധുവിനെതിരെ നിങ്ങൾ നിയമപ്രകാരമുള്ള ശിക്ഷ കൊടുക്കണം. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് നീതി കിട്ടണം. ന്യായം ചോദിക്കാൻ വേണ്ടി പോയ എന്നെ അടിച്ച് അപമാനിച്ചു വിട്ടു. ന്യായം ചോദിക്കാൻ പോയ എന്നെ അടിച്ച് അപമാനിച്ച് ഇറക്കി വിട്ടു. ദയവ് ചെയ്ത് മഹേന്ദ്രൻ കുടുംബത്തിൻ്റെ മേൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന് കരഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് മേഘ പോലീസുകാരോട് പറയുകയാണ്. മനോഹരനും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ശരി, നിങ്ങൾ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ. അതുമാത്രമല്ല, നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടുത്തെ ഡോക്ടറുടെ എഴുത്തുകൂടെ വേണം. പിന്നെ സിദ്ധുവിനോടും വരാൻ പറയൂ. ആദ്യം DNA ടെസ്റ്റ് എടുത്തിട്ട് നോക്കാം. ശരി മാഡം. മേഘ അപ്പോഴും വിശ്വസിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ കുഞ്ഞ് തന്നെയാണ് തൻ്റെ വയറ്റിലെന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ കോൺഫിഡൻസോട് കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പോലീസുകാർ എഴുതാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിളിനോട് പറയുവാണ് ഇവരുടെ കംപ്ലയിൻറ്റ് എഴുതി വെക്കാൻ വേണ്ടി. മേഘ കോൺസ്റ്റബിളിൻ്റെ അടുത്ത് വന്നിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പരാതിയായിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. അവൾ കരഞ്ഞുകൊണ്ട് സംഭവിച്ചത് ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മനോഹരൻ ചേച്ചിയോട് ശബ്ദം താഴ്ത്തി ചോദിക്കുകയാണ്, ചേച്ചി, മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി സിദ്ധുവാണോ അല്ലയോ എന്ന് ഇപ്പോൾ നമുക്കറിയില്ല. പക്ഷേ സിദ്ധു തന്നെയാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് മേഘ തീർത്ത് പറയുവാണല്ലോ ചേച്ചി. മുത്തശ്ശി ആകെ കൺഫ്യൂഷനായിരിക്കുകയാണ്. മനോഹര, ഒരു പെണ്ണ് വേണമെങ്കിൽ ഏതൊരു വിഷയത്തിലും കള്ളം പറയും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു പെണ്ണ് കള്ളം പറയില്ല. പക്ഷേ സിദ്ധു ഇത് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ലടാ. ചേച്ചി, ഇങ്ങനെ രണ്ട് വെള്ളത്തിലും കാല് വെക്കാതെ ചേച്ചി. അപ്പോൾ പിന്നെ മേഘയുടെ ഗർഭത്തിന് ആരാ കാരണം? ഞാനെന്താ മന്ത്രവാദിയാണോ മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് വെത്തിലയിൽ നോക്കി പറയാൻ വേണ്ടിയിട്ട്? നീ ഒന്ന് വായ് പൂട്ടി മിണ്ടാതെ നിൽക്ക്. അപ്പോഴേക്കും പരാതി എഴുതിയിട്ട് കോൺസ്റ്റബിൾ മേഘയെ കൊണ്ട് ഒപ്പിടിവിച്ചിട്ടുണ്ടായിരുന്നു. മേഘ മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി, ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞു. ഞാൻ സിദ്ധാർത്ഥിനെയും ചന്ദ്രികയും വെറുതെ വിടില്ല. അവരെ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. വാ, നമുക്ക് പോവാം. എന്നിട്ട് വീണ്ടും ആ പോലീസുകാരോടായിട്ട് പറയുന്നുണ്ട്, മാഡം, ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. ശരി, ഞാൻ നോക്കിക്കോളാം. ഞാൻ അതിനെക്കുറിച്ച് ആക്ഷൻ എടുത്തോളാം. നിങ്ങൾ പൊയ്ക്കോ. ശരി എന്ന് പറഞ്ഞിട്ട് മേഘയും അതുപോലെ മനോഹരനും മുത്തശ്ശിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ ജാനകി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുവാണ്. ആരതി അമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ കരയല്ല അമ്മ, ഞാൻ പറയുന്നത് കേൾക്കമ്മ. കരയല്ല അമ്മ, കരയല്ലേ, ധൈര്യമായിട്ടിരിക്ക്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, എൻ്റെ മകനെ പറ്റി എനിക്കറിയില്ലെന്നാണോ? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകൻ്റെ മേൽ ഇത്തരത്തിൽ വലിയൊരു കുറ്റമല്ലേ അവൾ കൊണ്ടിട്ടത്? എൻ്റെ മകൻ്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവും. എനിക്ക് സിദ്ധുവിനെ പോയി കണ്ട് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ്റെ മനസ്സ് അത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാനകി കരയുന്നത്. അപ്പോൾ ആരതി സമാധാനിപ്പിക്കുകയാണ്, അമ്മ, അവൾ എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി ആവുന്നത്ര ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തതായിരിക്കും. സിദ്ധുവിൻ്റെ മേൽ ഇങ്ങനെ ഒരു പഴിയുണ്ടാക്കിയതിനെ അവൾക്ക് ശരിയായിട്ടുള്ള ശിക്ഷ തന്നെ നമ്മൾ കൊടുക്കും അമ്മ. ആരതി നല്ല കോൺഫിഡൻസോടാണ് സംസാരിക്കുന്നത്. പക്ഷേ ജാനകി ആകെ തകർന്നു പോയിട്ടുണ്ടാവും. കാരണം മകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം വലിയൊരു ആരോപണമായിരുന്നു. അമ്മ കരയല്ല അമ്മ. അപ്പോഴേക്കും ലക്ഷ്മിയും മഹേന്ദ്രനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ജാനകി കരയുന്നത് കണ്ടപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ്, ജാനകി, നീ എന്തിനാ കരയുന്നത്? എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഏട്ടാ. മേഘയുടെ ഗർഭത്തിന് സിദ്ധുവാണ് കാരണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ശ്വാസം നിലച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ജാനകി, സിദ്ധു തീർച്ചയായും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടിയാണ് മേഘ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടാവുക. അവൾ കള്ളമാണ് പറയുന്നതെന്ന് നന്നായിട്ടറിയാം. പക്ഷേ അത് മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കിക്കും? മഹേന്ദ്രൻ വിഷമത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ പെണ്ണിൻ്റെ ഭാഗത്താണല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുകൂടി കേട്ടതോടെ ജാനകിയുടെ കരച്ചിൽ ഒന്നുകൂടി ശബ്ദത്തിലാവുകയാണ്. ആരതിക്കും അത് കേട്ടപ്പോൾ വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. കാരണം സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ പെണ്ണിൻ്റെ ഭാഗത്താണ് എല്ലാ ന്യായവും ചെന്നെത്തുക. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്,
ഒരുപക്ഷെ മേഘയുടെ വാദത്തിനായിരിക്കും കുറച്ചുകൂടി ശക്തി ഉണ്ടാവുക. ഇനി എന്താ ഏട്ടാ ചെയ്യുക? ജാനകി കരഞ്ഞോണ്ട് ചോദിക്കുകയാണ്. അതാ ജാനകി, എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. സിദ്ധു ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയുള്ള ഈ ഒരു സമയം നോക്കി തന്നെ അവൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവൾ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇനിയും എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഒരെത്തും പിടിയുമില്ല. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ ജാനകി കരഞ്ഞോണ്ട് പറയാണ്, എന്താ ഏട്ടാ, ഏട്ടൻ തന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു. മഹേന്ദ്രൻ അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. അപ്പോൾ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം പറഞ്ഞ തീയതിയിൽ തന്നെ നമുക്ക് നടത്താൻ പറ്റില്ലേ? അറിയില്ല ജാനകി. ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ മേഘയെ എതിർത്തുകൊണ്ട് നമുക്ക് കല്യാണം നടത്താൻ സാധിക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. മഹേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോഴേക്കും ജാനകി ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഏട്ടാ, നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? സിദ്ധു ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമ്മൾ തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചാൽ നമ്മൾ പറഞ്ഞ തീയതിയിൽ തന്നെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം നമുക്ക് നടത്താൻ സാധിക്കും. എങ്ങനെയാ ലക്ഷ്മി അത് തെളിയിക്കുക? മഹേന്ദ്രൻ തിരിച്ചു ചോദിക്കുകയാണ്. തെളിയിക്കാൻ വേണ്ടിയുള്ള കാര്യമാണോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മേഘയെക്കുറിച്ചാണ് മഹേന്ദ്രൻ ചോദിക്കുന്നത്. അപ്പോൾ അയാൾ സംശയത്തോടെ പറയുന്നുണ്ട്, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം നടക്കുമോ എന്ന് ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. ഏട്ടാ, കരഞ്ഞുകൊണ്ട് ജാനകി വിളിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ആർക്ക് വേണ്ടിയും സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം മാറ്റേണ്ട ആവശ്യമില്ല. കുറിച്ച തീയതിയിലെ കുറിച്ച മുഹൂർത്തത്തിൽ തന്നെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കുക തന്നെ വേണം. അദ്ദേഹം തീർത്ത് പറയുവാണ്. അത് കേട്ടപ്പോൾ ആരതിക്കും ജാനകിക്കും ചെറിയൊരു സമാധാനം ആവുന്നുണ്ട്. പക്ഷേ മഹേന്ദ്രൻ പറയുവാണ്, മേഘ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. മേഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധു അല്ലെന്നുള്ളത് ഈ ലോകത്തോട് മുഴുവൻ നമ്മൾ തെളിയിക്കണമല്ലോ. അപ്പം മാത്രമല്ലേ നമുക്ക് കല്യാണം നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാ അത് തെളിയിക്കാൻ നിൽക്കുന്നത്? മേഘയല്ലേ സിദ്ധുവിൻ്റെ മേൽ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ഒരു കുറ്റാരോപണം നടത്തിയത്? മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് സിദ്ധുവാണ് അച്ഛനെന്ന് അവളാണ് തെളിയിക്കേണ്ടത്. മേഘ ഒരു ഫ്രോഡാണ്. അവൾ ഈ ഒരു ജീവിതത്തിൽ ആരുടെ അടുത്തെങ്കിലും സത്യസന്ധമായിട്ട് നിന്നിട്ടുണ്ടോ? അത്രയേറെ സ്നേഹത്തോടെ വളർത്തിയ നിങ്ങളുടെ അടുത്ത് പോലും അവൾ ഒരിക്കലും വിശ്വസ്തയോ അവൾ ഒരിക്കലും സത്യസന്ധയോ ആയിരുന്നില്ല. മേഘ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തി പറയുന്നതും കേട്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവളൊക്കെ ഒരു പെണ്ണാണോ? ചുമ്മാ അവൾ പറയുന്നത് കേട്ടിട്ട് നമ്മളെന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം? അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം ഒരു കാരണവശാലും മുടങ്ങരുത്. ഏത് തീയതിയിലാണോ അവരുടെ കല്യാണം കുറിച്ചത് അതേ ദിവസം തന്നെ അത് നടന്നിരിക്കണം. അദ്ദേഹത്തോട് മറുത്തു പറയാൻ ആർക്കും തന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല, മഹേന്ദ്രന് പോലും. ഇനി ഇതിനേക്കാൾ മുകളിലായിട്ട് മേഘ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം. അദ്ദേഹം അവർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. അവൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അപ്പോഴാണ് ജാനകിക്ക് കുറച്ചുകൂടി ഒരു സമാധാനവും ധൈര്യവും വന്നത്. അവർ കണ്ണീര് തുടച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെയാണ് പറയുന്നത്, ഏട്ടാ, അച്ഛൻ പറയുന്നത് ശരിയാണ്. നമ്മൾ എന്തിനാ മേഘയെ ഭയപ്പെടുന്നത്? അവളൊരു ഫ്രോഡാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നമുക്ക് ആരംഭിക്കാം. മേഘയെ ഭയന്നിട്ട് കല്യാണത്തിൻ്റെ തീയതി മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല ഏട്ടാ. മേഘ ഒരു ഫ്രോഡാണെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ അവളെ ഭയപ്പെടുന്നത്? അവൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കാം. അതും പറഞ്ഞിട്ട് മഹേന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ലക്ഷ്മിയോടും ജാനകിയോടായിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കൂ, ഈ സമയത്ത് നിങ്ങൾ എപ്പോഴും ധൈര്യത്തോടെ വേണം നിൽക്കാൻ. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും മനസ്സ് വല്ലാതെ തകർന്നു പോയിട്ടുണ്ടാവും. അവർക്ക് രണ്ടുപേർക്കും ധൈര്യം കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും വേണം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അവർ രണ്ടുപേരും അദ്ദേഹം പറഞ്ഞതിന് സമ്മതിക്കുകയാണ്. രാത്രിയായ സമയത്ത് ടെറസിന് മുകളിലാണ് സിദ്ധു ഉള്ളത്. അവനവിടെ എന്തോ ഒരു വിഷാദാവസ്ഥയിൽ നിൽക്കുകയാണ്. അവൻ്റെ മനസ്സ് നിറയെ മേഘ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. സിദ്ധു അവൻ്റെ അച്ഛനെ പോലെ ചന്ദ്രികയെ ചതിച്ചുകൊണ്ട് എന്നെ ഗർഭിണിയാക്കിയിരിക്കുകയാണ്. വീട്ടിൽ ആരുമില്ലാത്ത അവസരം നോക്കി സിദ്ധു എന്നെ ഉപയോഗിച്ചിരിക്കുകയാണ്. സിദ്ധുവിനാണെങ്കിൽ മേഘ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും തോറും വല്ലാതെ അവനത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ പോലും പറ്റുന്നില്ല. തൻ്റെ മേൽ ഇല്ലാത്തൊരു ആരോപണം വന്നതിൻ്റെ ഒരു ഷോക്കിലാണ് സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നീയാണ് അന്ന് രാത്രി എന്നെ തൊട്ട് തലോടിക്കൊണ്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എൻ്റെ കൂടെ നീ വളരെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. മേഘ പറഞ്ഞ ഓരോരോ വാക്കുകളും ചാട്ടുളി പോലെ സിദ്ധാർത്ഥൻ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ഈ ലോകത്തൊന്നും അല്ല ഉണ്ടായിരുന്നത്. അവിടെ ടെറസിന് മുകളിൽ നിൽക്കുന്നേ ഉള്ളൂ. ചന്ദ്രിക മുകളിലേക്ക് വരുമ്പോൾ കാണുന്നത് സിദ്ധാർത്ഥ് ഇങ്ങനെ വേറെ ഏതോ ലോകത്തെന്ന പോലെ അവിടെ നിൽക്കുന്നതാണ്.
അവൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവൾക്ക് ഊഹിക്കാവുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രിക അവൻ്റെ അടുത്തേക്ക് പോയിട്ട് വിളിക്കുകയാണ്, സർ. അപ്പോൾ സിദ്ധു പെട്ടെന്ന് തന്നെ കണ്ണു തുടക്കുകയാണ് ആദ്യം ചെയ്തത്. മേഘ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വെറുതെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ട. മേഘ നിങ്ങളെപ്പറ്റി പറഞ്ഞ ആ ഒരു കുറ്റാരോപണം ഈ വീട്ടിൽ ഒരാൾ പോലും എടുത്തിട്ടില്ല. സിദ്ധു മറുപടിയൊന്നും പറയാതെ വിഷമത്തോടെ ചന്ദ്രികയെ നോക്കുവാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മേഘ നമ്മുടെ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു കുറ്റം സാറിൻ്റെ മേൽ ചുമത്തിയത്. അതിനും സിദ്ധാർത്ഥ് മറുപടി പറയാതെ കണ്ണു തുടക്കുവാണ്. അപ്പോൾ ചന്ദ്രിക അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, മേഘയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ യഥാർത്ഥത്തിലുള്ള അച്ഛൻ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം സർ. കണ്ടുപിടിച്ച് മേഘയുടെ മുഖംമൂടി അഴിച്ചിടണം സർ. അപ്പോൾ സിദ്ധു തിരിഞ്ഞു നിന്ന് അവളെ നോക്കിക്കൊണ്ട് പറയാണ്, മേഘ പറഞ്ഞ കള്ളം നമ്മുടെ കല്യാണത്തെ മുടക്കുന്നതായിരിക്കരുത്. ആ ഒരു കാരണം ആലോചിച്ച് മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. അല്ലാതെ മേഘ എന്നെക്കുറിച്ച് പറയുന്ന കുറ്റം കേട്ടിട്ട് ഞാൻ പേടിച്ചു നിൽക്കുന്നില്ല. സിദ്ധു അവളോട് പറയാണ്, അവൾ പറഞ്ഞ കള്ളം നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല. മേഘ പറഞ്ഞ കള്ളം നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല സർ. മേഘ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ്, അതേ ദൈവം തന്നെ അത് ഈ ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു നാൾ സത്യം പുറത്തു കൊണ്ടുവരും. മേഘ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ പുറത്ത് നമ്മൾ അവൾക്ക് മാപ്പ് കൊടുത്തു. എന്നാൽ ഇപ്പോൾ അവൾ ചെയ്ത ഈ തെറ്റ് ഈ ജന്മം മുഴുവൻ ഈ വീട്ടിലുള്ള ഒരാൾ പോലും ക്ഷമിച്ചു കൊടുക്കുന്നു തോന്നുന്നില്ല. അവൾ പറഞ്ഞ ഈ വലിയ കള്ളം തന്നെ ആയിരിക്കും അവളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പോകുന്നത്. ചന്ദ്രിക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സിദ്ധു മറുപടി ഒന്നും പറയാതെ എന്തോ ഒരു ചിന്തയിൽ എന്ന പോലെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രിക അവനോട് പറയുന്നുണ്ട്, ശരി സർ, വാ നമുക്ക് താഴേക്ക് പോവാം. നീ പൊയ്ക്കോ ചന്ദ്രിക, ഞാൻ പിന്നീട് വന്നോളാം. അവനെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി തനിയെ വിട്ടുകൊണ്ട് ചന്ദ്രിക അവിടെ നിന്ന് തിരിച്ചു നടക്കുവാണ്. ചന്ദ്രിക കുറച്ചു ദൂരം പോയപ്പോൾ സിദ്ധു പിന്നീന്ന് വിളിക്കുന്നുണ്ട്, ചന്ദ്രിക. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്താ സാർ, പറയൂ. ചന്ദ്രിക, ഞാനിത് ചോദിക്കുന്നത് കൊണ്ട് നീ തെറ്റിദ്ധരിക്കരുത്. എന്താ സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സിദ്ധു വിഷമത്തോട് ചോദിക്കുകയാണ്, നീയും വിശ്വസിക്കുന്നില്ലേ? അത് കേട്ടപ്പോൾ ചന്ദ്രിക ആകെ ഒന്ന് പതറിപ്പോയി ഫസ്റ്റ്. അതിനുശേഷം അവൾ പറയുന്നുണ്ട്, എന്താ സാർ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ സാറിനെ സംശയിക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവനേക്കാളേറെ ഞാൻ സാറിനെ വിശ്വസിക്കുന്നുണ്ട്. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാലും സാർ ഒരു തെറ്റും ചെയ്യില്ലെന്ന് അത്രയേറെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധുവിൻ്റെയും. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഒരൊറ്റ വാക്ക് മതി ചന്ദ്രിക, ഞാൻ സമാധാനത്തോടെ നിന്നോളാം. നീ എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ഈ വിശ്വാസം തീർച്ചയായിട്ടും ഞാൻ കാത്തു രക്ഷിക്കുക തന്നെ ചെയ്യും. മേഘ പറഞ്ഞ കള്ളം തെറ്റാണെന്നുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മുന്നിൽ തെളിയിച്ച് കാണിച്ചു കൊടുക്കും. സാർ അത് തെളിയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസവുമുണ്ട്. ചന്ദ്രികയും അവൻ്റെ കൂടെ തന്നെ നിൽക്കുവാണ്. എൻ്റെ സപ്പോർട്ട് എപ്പോഴും സാറിനൊപ്പം തന്നെ ഉണ്ടാവും. സാറ് ധൈര്യമായിട്ടിരിക്കുക. ചന്ദ്രിക അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് സിദ്ധാർത്ഥിന് കുറച്ചുകൂടി സമാധാനമായത്. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു അത് അംഗീകരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മേഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അവനല്ല എന്നുള്ളത് അവൻ തെളിയിക്കുന്നു. ചന്ദ്രിക സിദ്ധുവിനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ തന്നെ അവൻ്റെ കണ്ണുനീര് തുടച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അവൾ അവനോട് പറയുന്നുണ്ട്, സാറിൻ്റെ കണ്ണിങ്ങനെ നിറയുന്നത് കാണാൻ എൻ്റെ മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നുന്നു സർ. ഇത് വേണ്ട സർ, ഇനി ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ കണ്ണ് നിറക്കില്ലേ സർ. സിദ്ധു പെട്ടെന്ന് തന്നെ കണ്ണ് തുടക്കുവാണ്. അപ്പോൾ ചന്ദ്രിക വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. മഹേന്ദ്രനും ലക്ഷ്മിയും ആകെ ടെൻഷനോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഹാളിൽ. ആ സമയത്താണ് മഹേന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ആ ഒരു പോലീസുകാരാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സർ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടറാണ് വിളിക്കുന്നത്. പറയൂ മാഡം, നിങ്ങളുടെ പേരിലും നിങ്ങളുടെ മരുമകനായിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ പേരിലും മേഘ എന്ന പേരുള്ള ഒരാൾ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ മഹേന്ദ്രൻ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. മേഘ പറഞ്ഞതുപോലെ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്താണ് കംപ്ലൈൻറ്റ്? അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മരുമകനായിട്ടുള്ള സിദ്ധാർത്ഥ് മേഘയുടെ അടുത്ത് വളരെ മോശമായി നടന്നു എന്നാണ് അവർ പറയുന്നത്. അവരെ മിസ്യൂസ് ചെയ്തെന്ന്. അങ്ങനെ അവരിപ്പോൾ ഗർഭിണിയാണെന്നും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അന്വേഷിക്കണം സർ. നിങ്ങളും സിദ്ധാർത്ഥും സ്റ്റേഷനിലേക്ക് വരാമോ? അപ്പോൾ തിരിച്ച് മഹേന്ദ്രൻ പറയുന്നുണ്ട്, മാഡം, ആരോ ഒരാൾ വന്നിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് കരുതി നിങ്ങൾ അവരെ വിളിച്ച് അന്വേഷിക്കുകയാണോ? അപ്പോൾ ഇൻസ്പെക്ടർ തിരിച്ചു പറയാണ്, സർ, കംപ്ലൈൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് സർ. നിങ്ങളെപ്പറ്റി ഞങ്ങൾക്കറിയാം, പക്ഷേ എന്നാലും നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ലേ. അതുകൊണ്ട് നിങ്ങളും സിദ്ധു സാറും ഒന്ന് സ്റ്റേഷനിലേക്ക് വരണം സർ. ഓക്കെ, ശരി. അയാൾ കോള് കട്ട് ചെയ്യാണ്. മഹേന്ദ്രൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലക്ഷ്മി വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായിട്ടാ പ്രശ്നം? മേഘ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നെയും സിദ്ധുവിനെയും ചോദ്യം ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്.
ഞങ്ങൾ പോയിട്ട് വരാം. ശരി, പോയിട്ട് വാ, ലക്ഷ്മി പറയാണ്. സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്രയും ചേർന്നിട്ടാണ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻസ്പെക്ടർ അവർ വന്നപ്പം സിദ്ധുവിന് പരാതി കൊടുത്തുകൊണ്ട് പറയാണ്, ഇതാണ് മേഘ നിങ്ങൾക്കെതിരെ തന്നിട്ടുള്ള പരാതി, ഇന്ന് വായിച്ചു നോക്കൂ. അവർ 3 പേരും ചേർന്നിട്ടാണ് അത് വായിക്കുന്നത്. വായിച്ച് തിരികെ കൊടുത്തതിന് ശേഷം സിദ്ധു പറയുന്നുണ്ട്, മാഡം ഇത് മുഴുവൻ കള്ളമാണ് മാഡം. അവൾ അൺകോൺഷ്യസ് ആയിരുന്നു എന്നുള്ളത് അവൾ തന്നെ അതിനകത്ത് എഴുതിയിട്ടില്ലേ മാഡം? ആ, എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനാ തെറ്റ് ചെയ്തതെന്ന് അവളെ കൊണ്ട് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? മാഡം, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നില്ലേ, അവളൊരു അനുമാനത്തിൽ മാത്രമാണ് എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടന്ന അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. മാഡം, അന്ന് ഞാനും ചന്ദ്രികയും ടെറസിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് ആ പാർട്ടി ഹാളിലുണ്ടായിരുന്ന മാനേജർ എന്നെ കോൾ ചെയ്തത്. മേഘ വളരെയധികം മദ്യപിച്ചിട്ടുണ്ടെന്നും അവൾ അൺകോൺഷ്യസ് ആണെന്നൊക്കെ അയാളാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് എന്നോട് പറഞ്ഞു. ചന്ദ്രിക കൂടി എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതായിരുന്നു മാഡം. പക്ഷേ ചന്ദ്രിക അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വരണ്ട എന്ന് കരുതിയിട്ട് ഞാനാണ് അവളോട് വരണ്ട എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന സമയത്ത് പാർട്ടി ഹാളിൽ അൺകോൺഷ്യസ് ആയിട്ട് ഒരു തരത്തിലും ബോധമില്ലാത്ത അവസ്ഥയിലാണ് മേഘ ഉണ്ടായിരുന്നത്. അവളവിടെ നിലത്ത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അവൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെയാണ് അവളെ അവിടെ നിന്ന് എടുത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവളുടെ വീട്ടിലാക്കിയത്. ഞാൻ അവളുടെ വീട്ടിലാക്കി, അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ മേഘ പറഞ്ഞതുപോലെ മറ്റൊന്നും അന്ന് സംഭവിച്ചിട്ടില്ല. മേഘ പറഞ്ഞത് മുഴുവൻ അവൾ ഭാവനയിൽ ഉണ്ടാക്കിയ കഥകൾ മാത്രമാണ് മാഡം. AC കുറച്ചു മുൻപ് ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു സർ. നിങ്ങളുടെ കുടുംബത്തെ പറ്റി അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സൊസൈറ്റിയിൽ നിങ്ങൾ വലിയ ആളുകളാണെന്നും നിങ്ങളുടെ പേരിന് ഒരു കളങ്കവും സംഭവിക്കരുതെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘ നിങ്ങൾക്കെതിരെ തന്ന പരാതിയെ വെച്ച് ഞങ്ങൾ അന്വേഷണം ആരംഭിക്കുകയാണ്. ശരി മാഡം, യഥാർത്ഥത്തിൽ മേഘയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ദയവ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ കൂടെ സഹകരിക്കണം. തീർച്ചയായിട്ടും മാഡം, സിദ്ധാർത്ഥ് പറയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.